ഐഡിയ കൊള്ളാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല അതിലൊരു അപകടം കൂടിയുണ്ട്. മനസ്സിലായി. അയാൾ കാര്യങ്ങൾ വിജയങ്ങളുമായി ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നല്ലേ? അതെ. സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചാൻസ് കുറവാ. മെയിൽ ചെയ്യുമ്പോൾ ഈ കാര്യം അപ്പൂനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ആള് ജെന്യൂൻ ആണെങ്കിൽ അയാൾ ഈ കാര്യം പിന്നെ ആരോടും ഷെയർ ചെയ്യില്ല. ആള് ജെന്യൂൻ അല്ലെങ്കിലോ? എങ്കിൽ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണും. എന്തായാലും ഭാഗ്യപരീക്ഷണത്തിനൊരു ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താ? താങ്ക് യു ഡോക്ടർ. ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി പ്രതീക്ഷിച്ച് തന്നെയാണ് ഡോക്ടറെ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എങ്കിൽ ഇനിയും സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. മാളവികയെ കാണണമെന്നുണ്ടോ അപ്പൂന്? എവിടെ അവള്? ആള് എന്റെ കാറിലിരിപ്പുണ്ട്. അപ്പൂന് എന്നോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനോടെന്ന് അറിഞ്ഞിട്ട് മാളവിക കൂടെ വരാത്തത്. തന്നെ അയാൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. എന്താ അപ്പൂന് മാളവികയെ കാണണമെന്നില്ലേ? നീ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരാൾ കാറിൽ വെയിറ്റിംഗ് ആണെന്ന് ഇപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. സോറി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ ശല്യപ്പെടുത്തില്ലായിരുന്നു. എന്താ അപ്പോ, എന്തിനാ നീ എന്നോട് സോറി പറയുന്നത്? അല്ല, രണ്ടുപേരുടെയും വിലപ്പെട്ട സമയം ഞാൻ കാരണം നഷ്ടപ്പെട്ടല്ലോ, അതിനാ സോറി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാഞ്ഞത് മനഃപൂർവ്വം. ഡോക്ടർ പറഞ്ഞു. നീ വന്നിരുന്നെങ്കിലും എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവില്ലായിരുന്നു. അപ്പൂനിപ്പോഴും എന്റെ ഈ കൂട്ടുകാരിയിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നുമില്ല. പക്ഷെ നിന്റെ കാര്യം ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, അല്ലേ? അതെന്താ അപ്പോ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നിൽ നിന്ന് എന്തൊളിച്ചു വെച്ചു എന്നാ? അങ്ങനെയൊന്നും ഇല്ല അപ്പോ, സത്യമായിട്ടും ഇല്ല. പോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതാ. കുറച്ചു ദിവസം കൂടി തമ്മിൽ കണ്ടിട്ട് നിന്നെ ചൊറിയാതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൂന്റെ സ്ഥാനം ഇപ്പൊ ഡോക്ടർ ജോബിൻ കൈയടക്കി, അല്ലേ? നന്നായി. എനിക്കതിൽ നിന്നോട് പരാതിയും പരിഭവമൊന്നും ഇല്ല കേട്ടോ. ഡോക്ടർ ജെന്യൂൻ ആണ്. നിനക്ക് എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. എന്തൊക്കെയാ അപ്പോ നീ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ ഈ കണ്ണുകളിലേക്കൊന്ന് നോക്കി നിനക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ മാളു? നിങ്ങൾ തമ്മിൽ വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്? എന്താ, പറ്റോ? പറ്റില്ലെന്ന് നിനക്കറിയാം. നിന്നേക്കാൾ നന്നായിട്ട് എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ടും യോജിച്ച ആള് തന്നെയാണ് ഡോക്ടർ എന്ന്. കൊള്ളാം. ഇനിയിപ്പൊ ഞാൻ ഓക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ നീ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ തെറ്റിദ്ധാരണകൾ ശരിയായിരുന്നു എന്ന് നിനക്ക് അധികം വൈകാതെ എന്നോട് സമ്മതിച്ചു തരേണ്ടി വരും മോളെ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? മാളുവിന്റെ മനസ്സെന്താണെന്ന് അപ്പൂനോളം മനസ്സിലാക്കിയ ആരും ഉണ്ടാവില്ല, നിന്റെ ആ ഡോക്ടർ പോലും. എന്താ, ശരിയല്ലേ? രണ്ടുപേർക്കും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ അവസരം ഒരുക്കി തരുന്നതിന് എനിക്ക് കമ്മീഷൻ തരണം കേട്ടോ. അതെ, ഇയാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് കഷ്ടകാലത്തിന് മുരളിയങ്ങളോട് ഞാൻ പറഞ്ഞുപോയി. കൊണ്ടുവന്നാക്കാൻ ഇനിയും ലേറ്റായ ഈ പാവം ഞാൻ സംശയത്തിന്റെ നിഴലിലാവും. അതിനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് പ്ലീസ്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ശരി, പോട്ടെ അപ്പോ.